ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുന്നുവെന്നും എന്നാലൊന്നും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. പല ചതികളും നടക്കുന്നുണ്ടെന്നും തന്റെ വായ മൂടിക്കെട്ടാനും പിന്തുണയ്ക്കുന്നവരെ നിശബ്ദനാക്കാനും പലരും ശ്രമിക്കുന്നുണ്ടെന്നും എലിസബത്ത് പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഭയപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണെന്നും ഒരു പുതപ്പിനു മറവിൽ മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ വിഷമമുണ്ടെന്നും എലിസബത്ത് പറയുന്നു. തുടർച്ചയായി വീഡിയോ ചെയ്യണം, പഴയ പോലെ നോർമൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ ചതികൾ നടക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെയും കമൻ്റ് ഇടുന്നവരെയും കാണുന്നുമുണ്ട്. അവരോടെല്ലാം നന്ദിയുണ്ട്. പല ആൾക്കാരും പലതും മറന്നു കഴിഞ്ഞു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും എനിക്ക് പേടിയാണ് തോന്നുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ വായടപ്പിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇനി ഉണ്ടാകില്ല എന്നുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ സുരക്ഷിതയെന്നേ പറയാൻ പറ്റൂ. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ വായ പൊത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എനിക്ക് പിന്തുണയുമായി ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ വായയും പൊത്തും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ തുറന്നു പറയാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങിപ്പോകുന്തോറും കൂടുതൽ പേടിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അതിനൊന്നും തെളിവുകൾ എൻ്റെ കയ്യിലില്ല. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാം. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ അനുഭവിച്ച കാര്യങ്ങൾ അവരല്ലേ പറയേണ്ടത്. അതുപോലെ തന്നെ വേറെ പല സംഭവങ്ങളുമായി കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നുമുണ്ട്. ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എന്നെ മറക്കരുത്. ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം. നിങ്ങളുടെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മാനസികമായി തയ്യാറെടുത്ത് ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. എനിക്കിതിൽ എന്തൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഭയത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ചുറ്റും കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത നിയന്ത്രണങ്ങൾ ഉണ്ട്. നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാം ഇങ്ങനെ ഒരു പുതപ്പിൻ്റെ മറവിൽ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാനും പറ്റുന്നില്ല. ഇത്രകാലം ഞാൻ പറഞ്ഞിട്ട് കേട്ടതിനൊക്കെ നന്ദിയുണ്ട്. പ്രാർത്ഥിച്ചതിനും നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി. എലിസബത്തിൻ്റെ വാക്കുകൾ.